ചോദിച്ചോളൂ. നിങ്ങൾ കുറെ നേരമായി രണ്ടുപേരും തമ്മിൽ അങ്ങനെ എടുത്ത് തർക്കിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഷാഫി ജയിച്ചത് CPM-ന്റെ വോട്ട് കൊണ്ടല്ലേ? ബാലൻ അങ്ങനെയൊക്കെ വഴിയില്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ സെക്രട്ടറി, ഇവിടുത്തെ CPM-ന്റെ സെക്രട്ടറി അത് പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ആരോപണമുണ്ടോ? എനിക്കതിനെ യോജിപ്പില്ല, ഞാൻ അതിന് യോജിക്കുന്നു. CPM-ന്റെ വോട്ടിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചതെന്ന് ബാലൻ പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ സെക്രട്ടറി വിശദീകരിക്കണം. ഒരു സെക്കൻഡ് ഗോപാലകൃഷ്ണൻ. റഹീം വലിയ കടുത്ത ആരോപണമാണ്. വോട്ടിലാണ് ഷാഫി ജയിച്ചത്. അത് ബാലൻ പറഞ്ഞിട്ടുണ്ട്, CPM-ന്റെ ഇവിടുത്തെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൊട്ടേഷൻ അടക്കം ഞാൻ വേണേ എടുത്തു തരാം. പരസ്യമായിട്ട് പറയാം. എനിക്ക് ഓർമ്മയില്ല, ഞാനൊന്ന് പറയട്ടെ. തമ്മില് ഇപ്പൊ ഇവിടെ കാണിക്കുന്ന വേഷം കേട്ടാ, ഇവർ രണ്ടുപേരും തമ്മിൽ വേഷം കേട്ടാ, ഇവര് ഒരു സെക്കൻഡ് ഗോപാലകൃഷ്ണൻ. റഹീം ഒരു മറുപടി പറഞ്ഞോട്ടെ. സമാധാനത്തോടെ ശരി. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ആരോപണം അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. രക്ഷപ്പെട്ട് ഞാൻ പറയട്ടെ. മൈക്കില് ഞാൻ പറയട്ടെ. ബാലൻ പരസ്യമായി പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിച്ചുകൊണ്ട് പറയാൻ പോകുന്നു. ഞാൻ പറയുന്ന മുഴുവൻ കേട്ട് നിങ്ങൾ പ്രതികരിക്കും. കേൾക്ക്. എന്താ പ്രശ്നം? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങി. ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് 2 മന്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ മന്ത്രം? ഒന്ന് BJP പേടി. BJP ജയിക്കും, അതുകൊണ്ട് BJPയെ തീർക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഇവരുടേത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അതേ ഉള്ളൂ. ഇത്തവണ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയുമോ? കാലുമാറ്റക്കാരനെ വോട്ട് ചെയ്യരുത്. ഇനി അത് പറയാൻ പറ്റൂല. ഇന്ന് മുതൽ എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. ഏത് സന്ദീപ് വാര്യരെ ഒക്കെ തിരുത്തിട്ട് പിന്നെ അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ 2ാമത്തെ മുദ്രാവാക്യം കഴിഞ്ഞു. 1ാമത്തെ മുദ്രാവാക്യം ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങി. അതിലാണ് ഇവരുടെ തുറുപ്പുചീട്ട്. അതിലാണ് കഴിഞ്ഞ തവണ ശ്രീ മെട്രോമാൻ ശ്രീധരൻ സാർ മത്സരിക്കുമ്പോൾ BJP-ക്കാരുടെ മുഴുവൻ വോട്ടും അദ്ദേഹത്തിന് കിട്ടി. BJP-ക്ക് അതീതമായി ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. അത് വികസനത്തിന്, മെട്രോമാന്റെ പ്രൊഫൈലിന് ഒക്കെ കിട്ടി. അത് BJP കിട്ടിയ വർഗീയത കിട്ടിയ വോട്ടല്ല. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. വോട്ട് കിട്ടി. പറയട്ടെ, ഞാൻ മുഴുവൻ പറയട്ടെ. എന്നിട്ടോ താമര ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ട് BJP കിട്ടിയ വോട്ടല്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, വിശദീകരിക്കൂ. പ്രശ്നം എന്നറിയാമോ? കഴിഞ്ഞ തവണ തുടർച്ചയായി BJP വിജയിക്കുമെന്നൊരു പ്രതീതി സൃഷ്ടിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നപ്പോൾ ഉറച്ച ഒരു CPM വോട്ട് മാറിയിട്ടില്ല. എങ്കിൽ പിന്നെ ഇനിയും പറയണ്ട. ഉറച്ച ഒരു CPM മാറിയിട്ടില്ല. റഹീമിനെ പോലെയുള്ള ഉറച്ച ആളുകളുടെ വോട്ടില്ല. ഇടതുപക്ഷക്കാരുടെ വോട്ട്, ഇതേപോലെ ആളുകളുടെ വോട്ട്. എന്താ ചേട്ടാ പിന്നെ നാണക്കെടുത്തി പറഞ്ഞു വരുന്ന മുഴുവൻ കേട്ടിട്ട് ഇനിയും പറയണ്ട. എനിക്ക് കണ്ടേ കിട്ടി. സാറിന് മനസ്സിലായില്ലേ? അതാണ് ഒരു മാന്യത. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. എന്താ പ്രശ്നം? അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP വിജയിക്കാതിരിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പുരോഗമന മനോഭാവമുള്ള ഒരു പൊതുവിഭാഗത്തിന്റെ നിലപാടാണ്. അങ്ങ് കേൾക്കണം. അങ്ങ് ഇടയ്ക്ക് ഇടപെടരുത്. ഇടയ്ക്ക് ഇടപെടരുത്. ഞാൻ അങ്ങയോട് മാന്യത കാണിക്കുകയാണ്. ഇടപെടരുത്. എന്താ പ്രശ്നം? അപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ ഒരു BJP ഭയം വളർത്തി, വലിയ ഭീതി വളർത്തിയ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മതനിരപേക്ഷ വിശ്വാസികളായ കുറെ പേർ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഇവർ വോട്ട് ചെയ്തു. കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് പോയത്. ഇപ്പൊ ഒരു കാര്യം കേട്ടോളൂ. ഇപ്പോഴീ മണ്ഡലത്തിൽ അങ്ങനെ നിങ്ങൾക്ക് വന്ന ഒരു ചില്ലി വോട്ട് ഇത്തവണ BJPക്ക് കിട്ടില്ല
ഇനി തീരുന്നില്ല. ഒരു കാക്ക ചോദ്യം, മലർന്നു ഒരു ചോദ്യം. പറന്നാലും ഒരു single ചോദ്യം. മലർന്നു പറന്നാലും അല്ല, ഒരു ഇത്തവണ ഞാൻ വെയിറ്റ് ചെയ്യൂ. കാക്ക മലർന്നു പറന്നാലും ഇത്തവണ BJP ജയിക്കില്ല. എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ. ഗോപാലകൃഷ്ണൻ ഒരു വോട്ട് പോലും CPM-ന്റെ ഒരു വോട്ട് പോലും കോൺഗ്രസിന് കൊടുക്കരുത്. ഇവര് തന്നെ പിടിക്കണം. ഇവര് പിടിച്ചാൽ മതി. ഇനി ഒരു കാര്യം കേട്ടോളൂ. അതിനെന്താ ഒരു കാര്യം കേട്ടോളൂ. കഴിഞ്ഞ ഇദ്ദേഹം പ്രാവശ്യം പറഞ്ഞ കോൺഗ്രസിന് കൊടുക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ ഇപ്പൊ എന്താ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ ഈ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്താണ്? കഴിഞ്ഞ തവണ നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ BJP-യുടെ മുഴുവൻ വോട്ടും അദ്ദേഹത്തിന് കിട്ടി, ഇല്ലേ? BJP-യുടെ മുഴുവൻ വോട്ടും കിട്ടി. നിഷ്പക്ഷമതികളായ വികസനം ആഗ്രഹിക്കുന്നവരുടെ വോട്ട് കിട്ടി. പ്ലസ് അദ്ദേഹം പറയുന്നു ഇടതുപക്ഷ മനോഭാവമുള്ള എന്നിട്ട് ജയിച്ചില്ല. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്നിട്ട് ജയിച്ചില്ല. എന്നിട്ടും BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP-ക്ക് മണ്ഡലത്തിൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ജയിക്കണമായിരുന്നുവെങ്കിൽ മെട്രോമാൻ ശ്രീധരൻ ജയിക്കണമായിരുന്നു. അതുകൊണ്ടാണ് BJP പേടി. ഇവർ സെൽ ഔട്ട് ചെയ്തതാണ്. ഇവർ വെറുതെ പറയുന്നതാണ്. BJP ജയിക്കാൻ പോകുന്നില്ല. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഒരു സെക്കൻഡ് റഹീമിന്റെ അനുവാദിയോടെ താങ്കൾക്ക് സംസാരിക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞോളൂ. BJP ജയിക്കരുത്, BJP ജയിക്കരുത്. BJP ഫോബിയ ഉണ്ടോ പാലക്കാട്? ഇത് കേൾക്കൂ. BJP ജയിക്കരുത്, BJP ജയിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ ഓൾ ഇന്ത്യ മുഴുവനും പ്രചരണം നടത്തി. അവസാനം ഉപ്പുവെച്ച കലം പോലെ CPM സ്വയം ഇല്ലാതായി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഉപ്പുവെച്ച കലം പോലെ CPM ഇല്ലാതായി. ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടിയായി വളർന്നു വന്നിരുന്ന CPM ഇന്നൊരു തീരദേശ പാർട്ടി പോലും അല്ലാതെ പിടിച്ചു നിൽക്കുക. അപ്പോ BJP-യെ തോപ്പിക്കണം. അങ്ങനെ തോപ്പിക്കാൻ നടന്ന് ഇവര് സ്വയം തോച്ചു. കഴിഞ്ഞ നിയമസഭയിൽ കിട്ടിയ വോട്ട് എത്രയാ? കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ വോട്ട് എത്രയാ? ഈ പാലക്കാടിന്റെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കിയാൽ ഓരോ പ്രാവശ്യവും CPM-ന് വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. അത് ഇപ്രാവശ്യവും സംഭവിക്കും.